സംസ്ഥാന സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗത്തിൽ ഇത്തവണ കഥ പറയാൻ എത്തിയവരിൽ ഭൂരിപക്ഷവും പെൺകുട്ടികൾ. കഥാപ്രസംഗ വേദിയിൽ നിന്ന് ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കും എ ഗ്രേഡ് നേടിയ ടീമിനുമൊപ്പം MK വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. താരാട്ടുപോലും ഞാൻ കേട്ടതില്ല, ലാളിച്ചതില്ലാരുമെന്നെ ഒരിക്കലും, താരാട്ടുപോലും ഞാൻ കേട്ടതില്ല. സ്നേഹത്തിൻ മാധുര്യമൊട്ടും നുകർന്നില്ല, സാന്ത്വനമേകിയില്ലാരുമാരും, സാന്ത്വനമേകിയില്ലാരുമാരും. ദുര്യോധന! എപ്പോഴോ ഒന്ന് കണ്ണടച്ച ദുര്യോധനനെ ആരോ വിളിച്ചുണർത്തുന്നു. ദുര്യോധന! ദുര്യോധനല്ല, ഞാൻ ദുര്യോധനല്ല. ഈ കലോത്സവ വേദിയിൽ, കഥാപ്രസംഗ വേദിയിൽ വേറിട്ട മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. ഇത്തവണത്തെ കഥാപ്രസംഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കാഥികരായി ഇവിടെ വന്ന മത്സരാർത്ഥികളിൽ ഭൂരിപക്ഷവും 99% പെൺകുട്ടികളാണ്. നമ്മുടെ സമൂഹത്തിൽ കഥ അവതരിപ്പിക്കുന്നതിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണെങ്കിൽ കലോത്സവ വേദിയിൽ കണ്ടത് കൂടുതലും പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള ഒരു ടീമാണ് തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി അമൃതശ്രീയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പുരാണ കഥയായ സുയോധൻ എന്നുള്ള കഥയാണ് അവതരിപ്പിച്ചത്. നമുക്ക് ആ കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഈ കഥാപ്രസംഗ വേദിയിൽ ആദ്യമായിട്ടാണോ കലോത്സവ വേദിയിൽ എത്തുന്നത്? അല്ല, ഞാൻ പണ്ടൊരിക്കൽ 7ാം ക്ലാസ്സിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചിരുന്നു. അതും പുരാണ കഥ തന്നെയായിരുന്നു. രേണുക എന്ന് പറയുന്ന കഥയായിരുന്നു. അത് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റേറ്റിൽ, സംസ്ഥാന തലത്തിൽ ആദ്യമായിട്ടാണ് കഥാപ്രസംഗത്തിൽ വരുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ മറ്റേതിനത്തിലാണ് പങ്കെടുത്തത്? അക്ഷരശ്ലോകം ഉണ്ടായിരുന്നു ഇന്നലെ, അതിന് A ഗ്രേഡ് ഉണ്ട്. അക്ഷരശ്ലോകം ഉണ്ട്. നിങ്ങളുടെ സ്കൂള് തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ ഏതൊക്കെ ഇനത്തിൽ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു? 8 ഐറ്റം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. ചെണ്ടമേളം, അഷ്ടപതി, ഗാനാലാപനം, കഥകളി സംഗീതം തുടങ്ങി 8 ഐറ്റം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത് ഞങ്ങളുടെ HM ആയിട്ടുള്ള ബഹുമാനപ്പെട്ട S ലത ടീച്ചറാണ്. ടീച്ചറും ബാക്കിയുള്ള ടീച്ചേഴ്സും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്നാണ് ഞങ്ങൾ ഈ ഒരു 8 ഐറ്റം തന്നെ സംസ്ഥാനത്തിലേക്ക് ഞങ്ങൾ വരാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് അവരൊക്കെ കൂടിയാണ്. ഈ ഇവിടെ അവതരിപ്പിച്ച കഥ, ഒരു ഏത് കാഥികനാണ് ഈ കഥ നൽകിയതെന്ന് പറയാമോ? രാജേഷ് പുതുവന സാറാണ് ഈ ഒരു കഥ എഴുതി തന്നത്. ഈ കഥാപ്രസംഗം പഠിപ്പിച്ചത് ആരാണ്? അച്ഛനല്ലേ? ഇതെൻ്റെ മകളാണ്. അതിലും ഞാൻ അഭിമാനിക്കുന്നു. ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു അച്ഛൻ എന്നുള്ള നിലയിലും ഈ കലോത്സവ വേദിയിൽ ഇത്തരം മത്സരവേദികൾ എത്താൻ കഴിയുന്നു എന്നുള്ളതും എൻ്റെ ഒരു ഭാഗ്യമാണ്. ജനൻ TV-ക്ക് ഒപ്പം വിനോദ്.